നിയോഗത്താലി. രചന അവതരണം മിത്രവിന്ദ. ശ്രീനന്ദ കിടന്ന റൂമിലെ ഡോറ് നോക്ക് ചെയ്തിട്ട് പുറത്ത് വെയിറ്റ് ചെയ്തു അഥർവ്. ഏറെ നേരം കഴിഞ്ഞിട്ടും ശ്രീനന്ദ ഡോർ തുറക്കാതായതോടെ നേരിയ സംശയത്തിൽ അഥർവ് പാതി തുറന്നു കിടന്ന ആ വാതിൽ പൂർണ്ണമായും തുറന്നു. കട്ടിലിലെ ബെഡിൽ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ് ശ്രീനന്ദ. എന്തൊക്കെയോ ആലോചനകളിലായതുകൊണ്ട് തന്നെ അഥർവ് റൂമിൽ നോക്ക് ചെയ്ത് നിന്നിട്ടും അവൾ അറിഞ്ഞതുകൂടിയില്ല. അഥർവ് പതിയെ റൂമിലേക്ക് കയറുന്നതോടൊപ്പം അവളെ പേരെടുത്ത് വിളിച്ചു. ശ്രീനന്ദേ. പെട്ടെന്ന് അഥർവിന്റെ സ്വരം കാതിൽ പതിഞ്ഞതും ശ്രീനന്ദ ഒരു പിടച്ചിലോടെ ചാടി എഴുന്നേറ്റു. അഥർവിന് മുഖം കൊടുക്കാതെ കൈ രണ്ടും പിന്നിലേക്ക് കെട്ടി തല അല്പം കുനിച്ച് എന്തോ കുറുമ്പ് കാട്ടിയ കുട്ടിയുടെ ഭാവത്തിൽ നിൽക്കുവാണവൾ. അനുസരണശീലം തീരെയില്ല അല്ലേ? അഥർവത് ചോദിച്ചതും അവൾ പതിയെ മുഖം ഉയർത്തി അവനെ നോക്കി. പുരികം ചൊളിച്ചു അവൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവാതെ തന്നെ അവൾ നിൽക്കുകയാണ്. അവനും പിടികിട്ടി താൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ലെന്ന്. എടോ, തന്നോട് ഇന്നലെ രാത്രി പറഞ്ഞതല്ലേ ഇനി മുതൽ ആ റൂമിൽ വന്ന് കിടക്കണമെന്ന്. പിന്നെ താനെന്തിനാ ഇന്ന് വീണ്ടും ഇവിടെ കിടന്നത്? പിന്നെയും മൗനമായിരുന്നു അവളുടെ മറുപടി. വാ, വന്നവിടെ കിടക്ക്. അഥർവ് അവളെ ആ റൂമിലേക്ക് കിടക്കാൻ വിളിച്ചപ്പോൾ നേരിയ താല്പര്യമില്ലായ്മയോടെ ശ്രീനന്ദ രണ്ടടി പിന്നിലേക്ക് നീങ്ങി. വരാനല്ലേ പറഞ്ഞത്? എന്നൊന്നും ഇങ്ങനെ പറയിപ്പിക്കുന്നത് എന്തിനാണ്? പറഞ്ഞുകൊണ്ടവൻ അവളുടെ പിന്നിലേക്ക് കെട്ടിവച്ചിരുന്ന കയ്യിൽ പിടിക്കാനഞ്ഞു. പെട്ടെന്ന് അവന്റെ വിരലുകൾ അവളുടെ കയ്യിൽ പതിഞ്ഞതും ഒരലർച്ചയോടെ അവൾ കൈക്കുടഞ്ഞു. അഥർവ് കാര്യം മനസ്സിലാകാതെ അവളുടെ കയ്യിൽ നിന്ന് അവന്റെ കൈ പിൻവലിച്ചു. എന്താണ്? എന്താ പറ്റിയത്? താനെന്തിനാ കരഞ്ഞത്? ഇത്തവണ അഥർവിന്റെ മുഖത്തും നേരിയ വെപ്രാളമുണ്ടായിരുന്നു. തന്റെ കൈ കാണിച്ച് നോക്കട്ടെ. പെട്ടെന്ന് അവൻ പറഞ്ഞതും അവൾ ഒന്നുകൂടി പിന്നിലേക്ക് കൈ ഒളിപ്പിച്ചു പിടിച്ചു. കാണിക്കാനല്ലേ പറഞ്ഞത് ശ്രീനന്ദെ? അഥർവിന്റെ ശബ്ദം അല്പം രൂക്ഷമായതും ശ്രീനന്ദ പതിയെ തന്റെ വലം കൈ അവനെ നേർക്ക് നീട്ടി. വെളുത്ത കൈത്തണ്ടയിൽ ചുവന്നു കിടക്കുന്ന വിരൽപ്പാട് അഥർവിന്റെ കണ്ണിലൊടുക്കിയതും ഒരു ചോദ്യഭാവത്തിൽ അവന്റെ പുരികക്കൊടികൾ വളഞ്ഞു നിന്നു. ഇതെങ്ങനെ സംഭവിച്ചതാ? എവിടെയെങ്കിലും തട്ടിയോ? അവളൊന്നും മിണ്ടാതെ നിൽക്കുന്ന കാണിക്കെ അഥർവിന് വല്ലാണ്ട് ദേഷ്യം തോന്നി. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, താനെന്തായാലും വന്ന് കിടക്കാൻ നോക്ക്. വേണ്ട, ഞാൻ ഇവിടെ കിടന്നോളാം, ശ്രീനന്ദ വാശിയോടെ പറഞ്ഞു. അത് പറ്റില്ലെന്നല്ലേ പറഞ്ഞത്? കഴിഞ്ഞ ദിവസം അമ്മ തന്നെയല്ലേ തന്നോട് പറഞ്ഞത് ആ റൂമിൽ കിടന്നാൽ മതിയെന്ന്? അഥർവിന്റെ ചോദ്യത്തിന് മറുപടിയില്ലാതെ നിന്നു ശ്രീ. ഒടുക്കം മനസ്സില്ലാ മനസ്സോടെ ശ്രീനന്ദ അഥർവിനൊപ്പം മുറിയിലേക്ക് പോയി. കയ്യിലെ വേദന കാരണം അവൾക്ക് കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. നനഞ്ഞ കണ്ണുകൾ തുടച്ചു മാറ്റിക്കൊണ്ടാണ് അവൾ മുറിയിലേക്ക് കയറിയത്. ബെഡിൽ ടാബിൽ ഗെയിമും കളിച്ചുകൊണ്ട് കിടന്ന ആര്യൻ അഥർവ് മുറിയിലേക്ക് വന്നതും അഥർവിനെയും അവന്റെ തൊട്ടു പിന്നിലായി വരുന്ന ശ്രീനന്ദയെയും മാറി മാറി നോക്കി. അച്ഛന്റെ മുഖത്തെ ദേഷ്യവും പിന്നാലെ വരുന്ന ശ്രീനന്ദയുടെ മുഖത്തെ കണ്ണീരും കണ്ട് ആര്യന് കാര്യം മനസ്സിലായി. അച്ഛനത്ര നല്ല മൂഡിലല്ലെന്ന്. ശ്രീനന്ദയോടുള്ളതിന്റെ ബാക്കി ദേഷ്യം അഥർവ് തീർത്തത് ആര്യനോടാണ്. ആര്യൻ, ഒരു 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് രാത്രി 9 മണി കഴിഞ്ഞാൽ പിന്നെ ടാബ് എടുക്കരുതെന്ന്. എന്തിനാണ് വീണ്ടും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്? സമയം എത്രയെന്ന് വല്ല വിചാരമുണ്ടോ നിനക്ക്? അഥർവ് ചൂടായതും ആര്യൻ പെട്ടെന്ന് തന്നെ ടാബ് സൈഡ് ടേബിളിലേക്ക് വെച്ച് കട്ടിലേക്ക് കിടന്നു. ആര്യന്റെ ഇടതുവശം ചേർന്ന് ശ്രീനന്ദി പുതപ്പെടുത്ത് അരയറ്റം വരെ മൂടി നന്നേ ഒതുങ്ങിയാണ് അവൾ കിടക്കുന്നത്. ആര്യനെ വഴക്കു പറഞ്ഞ ശേഷം അഥർവ് നേരെ പോയത് ബാൽക്കണിയിലേക്കാണ്. കുറച്ചു നേരത്തിന് ശേഷം തിരികെ വന്ന അഥർവ് ആര്യന്റെ അടുത്തേക്ക് കിടന്നു. അഥർവ് ഒന്ന് അടുത്ത് കിടന്നതും ആര്യൻ അവന്റെ കവളിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് ഗുഡ് നൈറ്റ് പറഞ്ഞു. ഗുഡ് നൈറ്റ് മോനു. അഥർവ് തിരിച്ചു പറഞ്ഞോടെ ആര്യൻ നേരെ ശ്രീക്കരികിലേക്ക് ചരിഞ്ഞു. അവൾ കരയുകയാണെന്ന് അവളുടെ ശരീരതലം കണ്ടാലറിയാം. നേരത്തെ ഏങ്ങലടികൾ ഇപ്പോഴും അവളിൽ നിന്ന് ഉയരുന്നുണ്ട്. ആര്യനും മനസ്സിലായി അഥർവ് ശ്രീനന്ദയെ വഴക്കു പറഞ്ഞുവെന്ന്. ആന്റി വിഷമിക്കണ്ടാട്ടോ, ആര്യൻ പതിയെ ശ്രീനന്ദയുടെ കാതോരം പറഞ്ഞു. പെട്ടെന്ന് ആ സ്വരം കാതിൽ പതിഞ്ഞത് ശ്രീനന്ദ മുഖമുയർത്തി അവനെ നോക്കി. അത്ര സമയം തന്നെ ആര്യന്റെ കുഞ്ഞി ചുണ്ടുകൾ ശ്രീനന്ദയുടെ കവളിലേക്ക് അമർന്നത്. ഗുഡ് നൈറ്റ് ആന്റി.
ഗുഡ് നൈറ്റ്. അവൾ തിരികെ പറഞ്ഞതോടെ ആര്യൻ ചെറുചിരിയോടെ ബെഡിലേക്ക് കിടന്നു. പതിയെ അവർ മൂവരും ഉറക്കം വന്ന് പൊതിഞ്ഞു. പിറ്റേ ദിവസം അതിരാവിലെ ആദ്യം ഉണർന്നത് അഥർവാണ്. അഥർവ് ഉണർന്നെഴുന്നേറ്റ് ഫ്രഷായി വരുമ്പോൾ കാണുന്ന കാഴ്ച ആര്യനെ മാറോട് അടക്കി പിടിച്ച് സുഖമായി കിടന്നുറങ്ങുന്ന ശ്രീനന്ദയാണ്. അവൻ അല്പനേരം ആ കാഴ്ചയിലേക്ക് മിഴിനട്ട് നിന്നു. ശരിക്കും ഒരമ്മയും കുഞ്ഞും കിടന്നുറങ്ങുന്നത് പോലെ തന്നെ. അത്രമേൽ മനോഹരമായ കാഴ്ച. എന്തുകൊണ്ടോ അവൻ ആ ചിത്രം തന്റെ ഫോണിൽ പകർത്താൻ തോന്നി. അഥർവ് ശബ്ദം ഉണ്ടാക്കാതെ ആ ചിത്രം ഒരു ഫോട്ടോയായി ക്യാപ്ചർ ചെയ്തു. ശേഷം ഒന്നും അറിയാത്ത പോലെ താഴേക്ക് നടന്നു. ഏകദേശം 6 മണി കഴിയാറായപ്പോഴേക്കും ശ്രീനന്ദ ഉണർന്നു. തന്നോട് പറ്റിച്ചേർന്ന് കിടക്കുന്ന ആര്യനെ ഉണർത്താതെ അവൾ മെല്ലെ തൊട്ടപ്പുറത്തെ മുറിയിലേക്ക് പോയി. ഫ്രഷായി തിരികെ താഴേക്കുള്ള പടികൾ ഇറങ്ങി പാതിയിലെത്തിയ സമയത്ത് തന്നെ കൃത്യമായി അഥർവ് മുകളിലേക്ക് വന്നത്. പാതി ഇറങ്ങിയ പടികളിൽ സ്റ്റക്കായതുപോലെ ശ്രീനന്ദ നിന്നു. അഥർവാണെങ്കിൽ അവളെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ കൂളായിട്ട് സ്റ്റെപ്പ് കയറി മുറിയിലേക്ക് പോയി. നെഞ്ചിൽ കൈവച്ച് ശ്വാസം ഒന്ന് എടുത്തുകൊണ്ട് ശ്രീനന്ദ നേരെ താഴേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ കാണുന്നത് അവളുടെ ഈ കളികളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഇന്ദിരയാണ്. അവരുടെ മുഖത്തൊരു ചിരിയുണ്ട്. ശ്രീനന്ദ അവരെ കണ്ടപാടെ ഒരു ചമ്മിയ ചിരിയോടെ പതിയെ താഴേക്ക് നടന്നു. പക്ഷെ അവർ അവളോട് അതേപ്പറ്റി കൂടുതലൊന്നും ചോദിച്ചില്ല. പകരം ഡൈനിങ് ടേബിളിലിരുന്ന ഫ്ലാസ്കിൽ നിന്നും ഒരു കപ്പിലേക്ക് അല്പം ചായ പകർന്ന് അവൾക്ക് നൽകി. പിന്നീട് ഒന്ന് രണ്ടും പറഞ്ഞ് ഇരുവരും അടുക്കളയിലെ കാര്യങ്ങളൊക്കെ നോക്കി. അന്നും പതിവ് പോലെ അതൊരു ഓഫീസിലേക്ക് പോയി. ആരും ഉണർന്നില്ലേ മോളെ? ഇല്ലമ്മേ, ആള് നല്ല സുഖം ഉറക്കുക. അതുകൊണ്ട് ഞാൻ ഉണർത്താതെ ഇങ്ങി പോന്നു. അതെന്തായാലും നന്നായി. ഉറക്കം മുറിഞ്ഞു കഴിഞ്ഞാൽ അവന് ജ്യോതിയുടെ സ്വഭാവമാ. പിന്നെ വല്ലാത്തൊരു തരം ദേഷ്യമാ. ഇന്ദിര ഒരു കളി പോലെ പറഞ്ഞുവിട്ട വാക്കുകൾ എന്തുകൊണ്ടോ അത് ശ്രീനന്ദയുടെ മനസ്സിലുടക്കി. അവൾ ആ വാക്കുകളിൽ തട്ടിത്തടഞ്ഞങ്ങനെ നിന്നു. അതൊക്കെ പോട്ടെ, പുസ്തകമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് എന്തായി? പഠിച്ചു തുടങ്ങണ്ടേ? ഇന്ദിര ചോദിച്ചതും ശ്രീനന്ദ ആവേശത്തോടെ തലകുലുക്കി. രാവിലെ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മുകളിലേക്ക് പൊയ്ക്കോ കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ സമയമാകുമ്പോൾ ഇറങ്ങി വന്നാൽ മതി. അതുവരെ ഇരുന്ന് നല്ലതുപോലെ പഠിക്കും. ബാക്കി ജോലികളൊക്കെ ഞാൻ തനിച്ച് ചെയ്തോളാം. ഭവാനിയമ്മയുടെ കൊച്ചുമോക്ക് വയ്യ. ഇപ്പോൾ ഇത്തിരി ഭേദമുണ്ടെന്നാ പറഞ്ഞ്. മിക്കവാറും നാളെ മുതൽ വന്നു തുടങ്ങും. അതുകൊണ്ട് ഇന്നും കൂടെ ഉള്ളൂ ഒരു ബുദ്ധിമുട്ട്. ഇന്ദിര ചിരിയോടെ പറഞ്ഞു. ശ്രീനന്ദ തലകുലുക്കിക്കൊണ്ട് ഹോളിലേക്ക് നടന്നു. റെക്കോർഡ്സൊക്കെ കംപ്ലീറ്റ് ആക്കാനുണ്ടായിരുന്നത് കൊണ്ട് ശ്രീനന്ദ കൂടുതൽ സമയവും ഇന്ദിര അവൾക്കായി നൽകിയ മുറിയിൽ തന്നെയായിരുന്നു. ഇടയ്ക്ക് 1-2 പ്രാവശ്യം ആര്യൻ അവൾക്ക് അടുത്തേക്ക് വന്ന് എന്തൊക്കെയോ വർത്താനം പറഞ്ഞു. ഇന്ദിര വന്നവനെ കൈയോടെ കൂട്ടിക്കൊണ്ട് താഴേക്കും പോയി. വൈകുന്നേരം 4 മണിയൊക്കെ ആവാറായ സമയം ആര്യൻ എവിടെയോ പോകാൻ തയ്യാറായ രീതിയിൽ ഡ്രസ്സൊക്കെ ഇട്ട് ലിവിംഗ് റൂമിലെ സോഫയിലിരുന്നു. ശ്രീനന്ദ ആ സമയം റൂമിലായിരുന്നതിനാൽ അവൾ ആര്യനെ കണ്ടില്ല. ഉച്ചമയക്കം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്ന ഇന്ദിര കാണുന്നത് എവിടെയോ പോവാൻ തയ്യാറായിരിക്കുന്ന ആര്യനെയാണ്. അത് കണ്ടതും അവർ അവന്റെ അടുത്തേക്ക് വന്നു. അഥർവ് വന്നു മോനെ? ഇല്ല, അച്ഛൻ വന്നില്ല. ഇന്നലെ അച്ഛൻ പറഞ്ഞായിരുന്നു ഇന്ന് നേരത്തെ വരാം, വന്നിട്ട് എന്നെ ബീച്ചിൽ കൊണ്ടുവന്ന്. ആണോ? അതിനുവേണ്ടി റെഡി ഇരിക്കുവാ? അച്ഛമ്മ ഫോണിങ്ങിതാ, ഞാൻ അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അതും പറഞ്ഞുകൊണ്ട് ആര്യൻ ഇന്ദിരയുടെ കയ്യിലിരുന്ന് ഫോൺ വാങ്ങി അഥർവിനെ കോൾ ചെയ്തു. 2-3 ബെല്ലുകൾ അടിച്ചതിന് ശേഷമാണ് അഥർവ് കോൾ എടുത്തത്. അച്ഛൻ എവിടെ? ഞാൻ എത്ര നേരമായി വെയിറ്റ് ചെയ്യുന്നു. എപ്പം വരും? ആര്യൻ നിർത്താതെ ചോദിക്കുകയാണ്. ആര്യൻ, ഞാൻ ദാ വന്നുകൊണ്ടിരിക്കുവാണ്. ഒരു 10 മിനിറ്റ്സിൽ ഞാൻ വീടെത്തും. ആണോ? ഓക്കെ, ഞാനിവിടെ റെഡിയായിരിക്കുവാണ്. ശരി ശരി, ഞാൻ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് പോകാനിറങ്ങാം. ഓക്കെ അച്ഛാ. അതും പറഞ്ഞുകൊണ്ട് ആര്യൻ കോൾ കട്ട് ചെയ്തു. ഫോൺ ഇന്ദിരയ്ക്ക് മടക്കി നൽകി. അച്ഛൻ എന്തു പറഞ്ഞു? ഇന്ദിര ചോദിച്ചു. അച്ഛൻ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. ഒന്ന് മൂളിക്കൊണ്ട് ഇന്ദിര വൈകുന്നേരത്തെ ചായ ഇടാൻ അടുക്കളയിലേക്ക് നടന്നു. അവരുടെ മനസ്സിൽ ചില പദ്ധതികളൊക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞതുപോലെ കൃത്യം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അഥർവ് വന്നു. വന്ന പാടെ അവൻ കുളിച്ച് ഫ്രഷായി താഴേക്ക് ഇറങ്ങി. അഥർവ്, നിങ്ങൾ പോകാൻ ഇറങ്ങിയോ? അവനെ കണ്ടതും ഇന്ദിര ഒരു ചോദ്യത്തോടെ
അവൻ്റെ അടുത്തേക്ക് വന്നു. ഉം, ഞങ്ങൾ ദാ ഇപ്പൊ ഇറങ്ങും. മോനെ എങ്കിലും ഒരു കാര്യം ചെയ്യ്. നിങ്ങൾ എന്തായാലും ബീച്ച് കാണാൻ പോവല്ലേ? ശ്രീനന്ദയെ കൂടെ കൊണ്ടുപോകും. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇതുവരെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എവിടെയും പോയിട്ടില്ലല്ലോ. ഇന്ദിര അത് പറഞ്ഞതും മറുപടിയായി അവർക്ക് ലഭിച്ചത് അഥർവിന്റെ ഒരു രൂക്ഷമായ നോട്ടമാണ്. ഇത് ഞാനും എൻ്റെ മകനും മാത്രമുള്ള ഞങ്ങളുടെ ക്വാളിറ്റി ടൈമാണ്. തൽക്കാലം അവിടേക്ക് മറ്റൊരാളെ ഞാൻ ക്ഷണിക്കുന്നില്ല. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അഥർവിന്റെ ആ സംസാരം കേട്ടുകൊണ്ടാണ് ശ്രീനന്ദ താഴേക്കുള്ള പടികളിറങ്ങി വന്നത്. അവൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കാര്യം അവൻ പറഞ്ഞത് ശരിയാണ്. അവരുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയെപ്പോലെ കടന്നു വന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ളിടത്തോളം കാലം അവനെ തന്നെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അവൾ മുൻപേ മനസ്സിൽ പറഞ്ഞുറപ്പിച്ചതാണ്. അവൾ ഇന്ദിരയെ നോക്കി ഒരു ചെറുചിരിയോടെ അടുക്കളയിലേക്ക് നടന്നു. അതർ, എന്താ മോനെ ഇത്? എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതല്ലേ? ഇന്ദിര പറഞ്ഞു തുടങ്ങിയ വേളയിൽ തന്നെ അതർവ് അവരെ കൈയുയർത്തി തടഞ്ഞു. ഇനി മതിയമ്മേ, നിർത്ത്. ആര്യൻ, കം, നമുക്ക് പോകാം. ഇന്ദിരയോടും ആര്യനോടും പറയാനുള്ളത് പറഞ്ഞുകൊണ്ട് അതർവ് മുന്നേ നടന്നതും ആര്യൻ ഇരുന്നിടത്തുനിന്ന് എഴുന്നേൽക്കാണ്ട് കയ്യും കെട്ടി അവിടെ തന്നെ ഇരുന്നു. പ്ലീസ് അച്ഛാ, നമുക്ക് ആന്റിയെ കൂടി കൊണ്ടുപോകാം. ആന്റി പാവല്ലേ? വാതിൽപ്പടികൾ ഇറങ്ങാൻ തുടങ്ങിയ അതർവ് നിന്നിടത്ത് നിന്ന് തന്നെ ആര്യനെ ഒരു നിമിഷം തിരിഞ്ഞു നോക്കി. ഇത്ര പെട്ടെന്ന് ഈ ചെറിയ കുട്ടിയെപ്പോലും ഇവൾ കയ്യിലെടുത്തോ? അതർവ് ചിന്തിച്ചു. പറ്റില്ല ആര്യൻ, നിനക്ക് പുറത്തു പോകണമെങ്കിൽ നീ വരണം. അല്ലാണ്ട് മറ്റാരെയും നമുക്കൊപ്പം കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. പ്ലീസ് അച്ഛാ, പ്ലീസ്. ആര്യൻ ഓടി അതർവിന്റെ അടുത്തേക്ക് ചെന്നു. അവനിട്ടിരുന്ന പാൻറിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു, പ്ലീസ് അച്ഛാ. നിനക്കെന്താ ആര്യൻ പറഞ്ഞ മനസ്സിലാവില്ലേ? അങ്ങനല്ലച്ചാ, ആന്റി പാവല്ലേ? പ്ലീസ്, ഇനി ഞാനൊന്നും പറയില്ല അച്ഛനോട്. എങ്കിൽ പിന്നെ അയാളോട് പെട്ടെന്ന് റെഡിയായി വരാൻ പറ. ഒടുക്കം ക്ഷമ നശിച്ച പോലെ അതർവ് ഇന്ദിരയെ നോക്കി പറഞ്ഞു. ശേഷം അമർഷത്തോടെ കാറിലേക്ക് പോയി. ആര്യം വല്ലാത്തൊരു സന്തോഷത്തോടെ അടുക്കളയിലേക്ക് ശ്രീനന്ദയുടെ അരികിലേക്ക് ഓടിച്ചെന്നു. ആന്റി, ഞങ്ങൾ ബീച്ച് കാണാൻ പോവാ. ആന്റിയും വാ. അച്ഛൻ പറഞ്ഞു ആന്റിയെ കൂടി കൂട്ടാൻ. വേണ്ട മോനെ, ആന്റി വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വാ. അയ്യോ, അത് പറ്റില്ല. ആന്റിയും കൂടെ വാ. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഞാൻ അച്ഛനോട് ഒരുപാട് പറഞ്ഞിട്ടാ ആന്റിയെ കൂട്ടിക്കൊണ്ടുപോകാൻ അച്ഛൻ സമ്മതിച്ചത്. ഇത്രയും പ്രായത്തിനിടയിൽ ഒരിക്കൽ പോലും ശ്രീനന്ദ കടൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് മനസ്സിൽ അതിയായ ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ പോലും അതർവിന് താൻ ഒപ്പം ചെന്നാൽ ഇഷ്ടമാകില്ലോ എന്നോർത്ത് അവൾ തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. അപ്പോഴേക്കും ഇന്ദിരയും അവൾക്കടുത്തേക്ക് വന്നു. മോളെ, അതർവ് അവിടെ നിങ്ങളെ രണ്ടാളെയും വെയിറ്റ് ചെയ്ത് കാറിലുണ്ട്. വേഗം റെഡിയായി ചെല്ല്. വേണ്ടമ്മേ, എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് പഠിച്ചില്ലേ? ഇതിനെക്കുറിച്ച് റിഫ്രഷ്മെന്റ് ഒക്കെ ആകാം. ചെല്ല്. എന്തായാലും അവൻ വിളിച്ചതല്ലേ. ഒടുക്കം ഇന്ദിരയുടെയും ആര്യന്റെയും നിർബന്ധത്തിന് വഴങ്ങി ശ്രീനന്ദ മുകളിലേക്ക് പോയി. ഏത് ഡ്രസ്സ് ഇടണമെന്ന് അവൾക്ക് യാതൊരു ഊഹവുമില്ല. എന്നിട്ടും അവൾ ഒരു ബ്ലാക്ക് സ്കേർട്ടും വൈറ്റ് ടോപ്പും എടുത്തിട്ടുകൊണ്ട് താഴേക്ക് വന്നു. മുടി ധൃതിയിൽ പോണിട്ടയിൽ കെട്ടിവെച്ചു. കാറിലേക്ക് കയറും വഴി ശ്രീനന്ദയുടെ നോട്ടം പാളി അതർവിന്റെ മുഖത്ത് ചെന്ന് എത്തി നിന്നെങ്കിലും അവിടെ ഇപ്പോഴും സ്ഥായി ഭാവമായ ദേഷ്യമാണ് മുഴച്ചു നിന്നത്. അർഹതയില്ലാത്തിടത്ത് വലിഞ്ഞു കയറി വന്നെന്ന് തോന്നൽ വീണ്ടും അവളെ പിടിച്ചൊലിച്ചു. വല്ലാത്തൊരു മനസ്സുമായി പുറത്തു കണ്ട കാഴ്ചകളിലൊന്നും കണ്ണുടയ്ക്കാതെ അവളിരുന്നു. അവൾ ആ സമയം ചിന്തിച്ചത് മുഴുവൻ ആരോരുമില്ലാതെ ഈ ലോകത്ത് ജീവിച്ചു മരിക്കുന്ന മനുഷ്യരെക്കുറിച്ചാണ്. സ്നേഹിക്കാൻ ആരുമില്ലാതെ, സ്നേഹിക്കപ്പെടാൻ ആരുമില്ലാതെ, അങ്ങനെ കുറേ ജന്മങ്ങൾ. താനും അതുപോലെ ആയിത്തീരുമോ? ആ ഓർമ്മയെപ്പോലും ശ്രീനന്ദയുടെ കണ്ണു നിറഞ്ഞു. വല്ലാത്തൊരു ഭയമെന്ന് അവളെ മൂടി. അതേസമയം വണ്ടി ഓടിക്കുകയാണെങ്കിൽ പോലും അതർവിന്റെ മിഴികൾ ഇടയ്ക്കെപ്പോഴോ മിററിലൂടെ ആലോചനയിൽ ആണ്ടിരിക്കുന്ന ശ്രീനന്ദയുടെ മുഖത്ത് പതിഞ്ഞു. നിറഞ്ഞ കണ്ണുകൾ തുടച്ചു മാറ്റിക്കൊണ്ട് കഷ്ടപ്പെട്ട് പുറം കാഴ്ചകളിലേക്ക് നോക്കിയിരിക്കുന്ന അവളെ കാണിക്കാൻ അവനും ഒരു വല്ലായ്മ തോന്നി. അപ്പോഴേക്കും അവരുടെ കാറ് ബീച്ച് റോഡിലേക്ക് കയറിയിരുന്നു. കടൽ കണ്ടപ്പോൾ കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ ആര്യൻ സന്തോഷത്തിൽ തുള്ളിച്ചാടി. കണ്ണു നിറഞ്ഞിട്ട് ശ്രീനന്ദയ്ക്ക്
ആ കടൽ കാണാൻ കൂടി കഴിയുന്നുണ്ടായിരുന്നില്ല. വണ്ടി നിർത്തിയതും അഥർവും ആര്യനും ഇറങ്ങി. ശ്രീനന്ദ അപ്പോഴും വല്ലാത്തൊരവസ്ഥയിലാണ്. ഇറങ്ങുന്നില്ലേ? അഥർവിന്റെ കനമുള്ള ശബ്ദം അവളുടെ കാതിൽ പതിച്ചത്. ആരെയും നോക്കാതെ പതിയെ അവൾ ആ പൂഴിമണ്ണിലേക്ക് കാലെടുത്തു വെച്ചു. അഥർവും ആര്യനും മുൻപേ നടന്നു. അവർക്ക് പിന്നാലെ അവളും. ഇടയ്ക്കെപ്പോഴോ ആര്യൻ അഥർവിന്റെ കൈവിട്ട് മുന്നോട്ട് ഓടി. അവനെ പിടിക്കാൻ അഥർവും. അവരുടെ ആ ഓട്ടം ചെന്ന് നിന്നത് ആഞ്ഞടിക്കുന്ന തിരമാലകൾക്ക് മുൻപിലാണ്. വീശിയടിച്ച തിരമാലകൾ ഭാഗികമായി അവരിരുവരെയും നനച്ചു. ആ കാഴ്ച നോക്കി ശ്രീനന്ദ മണൽപ്പരപ്പിലേക്കിരുന്നു. തുടരും.